കുറേ നാളായിട്ടാണ് ചട്ടിച്ചോറ് കഴിക്കണം എന്നൊരാഗ്രഹം. ചട്ടിച്ചോറിൻ്റെ ട്രെൻഡൊക്കെ കഴിഞ്ഞെങ്കിൽ കൂടിയിട്ട് ഇതേവരെ ഞങ്ങൾ കഴിച്ചിട്ടില്ല, ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. അപ്പം ഞാനൊരു ചട്ടിച്ചോറ് ഇപ്പോൾ ഓർഡർ ചെയ്തതാണ്. ഞാൻ വീട്ടിൽ റെസ്റ്റിലാണ്. ഞാൻ പറഞ്ഞില്ല, വണ്ടി തട്ടിയിട്ട് ഇരിക്കണ കാരണം കുറച്ച് മെഡിസിൻ എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ റെസ്റ്റിലാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ ഒടുക്കത്തെ വിശപ്പായി. ഗുളികൾ കുറേ കഴിക്കണ കാരണം കൊണ്ട് ഭയങ്കര ഒരു ആന തന്നെയുള്ള വിശപ്പ് എന്ന് പറയണ പോലത്തെ ഒരു അവസ്ഥയാണ്. അപ്പം ഞാൻ ഒരെണ്ണം ഓർഡർ ചെയ്ത് ഞാനും എൻ്റെ ചെറിയ മോനും മാത്രമുള്ളൂ ഇപ്പോൾ ഇവിടെ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് അത് കഴിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കണത്. അപ്പോൾ ഈ ചട്ടിച്ചോറ് കുറേ നാളായിട്ട് എനിക്ക് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. ഇത് നമ്മൾ ഇത് ഞാൻ ഓർഡർ ചെയ്തതാണ്. ഓർഡർ ചെയ്ത സമയത്ത് നമുക്കിതിൽ വേറെ എന്തെങ്കിലും ഇതിൽ ആഡ് ചെയ്യണമെന്ന് അവർ ചോദിച്ചപ്പോൾ ഞാൻ ബീഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ ബീഫൊന്നും അവർ വെച്ചിട്ടില്ല. ബീഫ് ഇല്ലാണ്ട് തന്നെ നമുക്ക് ഓംലേറ്റും ചിക്കനും മീനും ഉണ്ട്. അതിന് ബീഫും കൂടി ആകുമ്പോൾ ഇത്തിരി ഓവറാവണ്ടല്ലോ വെച്ചിട്ട് അവരത് വെച്ചിട്ടില്ല കേട്ടോ. പിന്നെ സാമ്പാർ, മീൻകറി, കൊണ്ടാട്ടം, പപ്പടം, അങ്ങനെ കുറേ സാധനമുണ്ട്. മറ്റേ രസം അതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഓംലേറ്റ് ഇപ്പം ഞങ്ങൾ പൊട്ടിച്ച് കഴിച്ചു നോക്കിയതാണ്. അതാണ് അങ്ങനെ എം ഷേപ്പിലിരിക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് ചോറാണ് പകർത്തണത്. നമ്മൾ പുറത്തേക്കൊക്കെ പോണ സമയത്തേ എന്തെങ്കിലും കഴിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഈ പിള്ളേരുകൾക്ക് ആദ്യം ഈ ബിരിയാണി എന്നല്ലാണ്ട് വായിൽ വരില്ല. നമ്മൾക്ക് ഇതേപോലെയൊക്കെ ഫുഡ് കഴിക്കാൻ, എനിക്ക് ഇങ്ങനത്തെ ഒക്കെ ഫുഡ് കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഇവർക്ക് ഇപ്പോഴായാലും വേറെ എന്തൊക്കെ മാറ്റങ്ങൾ വന്നാലും ഇവരെ വായിൽ ആദ്യം വരുന്ന പേര് ബിരിയാണി എന്നാണ്. പക്ഷേ എനിക്കാണെങ്കിൽ ഒരു ഫുൾ ബിരിയാണി അങ്ങനെ കഴിക്കാൻ പറ്റൂല. ഞാൻ ബിരിയാണി പറയുകയാണെങ്കിൽ തന്നെ എനിക്ക് ഹാഫ് അത്രയൊക്കെ പറ്റത്തുള്ളൂ. ഇതിലിപ്പോൾ മീൻ അവർ വെച്ചിരിക്കുന്നത് ഈ നത്തോലി, ഈ കൊഴുവ, ഞങ്ങൾ തൃശ്ശൂരിൽ കൊഴുവ എന്നാണ് പറയുക. അപ്പോൾ കൊഴുവ മീനാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ മീൻ കറീനെ പറയാതിരിക്കാൻ വയ്യ കേട്ടോ. അടിപൊളി മീൻ കറിയായിരുന്നു. എന്താണെന്ന് വെച്ചാൽ നല്ല ഒരു കഷ്ണം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ചാറൊക്കെ നല്ല നല്ല ടേസ്റ്റായിരുന്നു. ഞങ്ങൾ പിന്നെ മീൻ കറിയുടെ ആൾക്കാരാണ്. ഞങ്ങൾ രണ്ടാളും, ഞാൻ എൻ്റെ ചെറിയ കൊച്ചും മീൻ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക്. അപ്പം ഞാൻ ആദ്യം തന്നെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ മുഖമൊക്കെ ഇരിക്കുമ്പോൾ മുഖമൊക്കെ ഇത്തിരി നീര് പോലെയാണ് ഗുളിക കഴിക്കണ കാരണമുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര വിശപ്പാണ്. അപ്പോൾ ഞാൻ നല്ല തട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ കുറച്ചെടുത്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കുകയാണ് ഞാൻ. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൻ്റെ വായിലേക്ക് ഞാൻ ഒരു കഷ്ണം മുട്ട ഓംലേറ്റ് വെച്ച് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് ചട്ടിയിലിട്ടിട്ട് നല്ല തൊട്ടുണ്ട്. പക്ഷേ പറയാൻ പറ്റില്ല, പറയാൻ പറ്റണില്ല. എന്താണെന്ന് വെച്ചാൽ അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കറികളൊക്കെ അടിപൊളിയായിരുന്നു. ഇവൻ ഇങ്ങനെ ഫുഡ് കഴിക്കാറില്ല. എന്ന് വെച്ചാൽ ഇവൻ ഈ പറഞ്ഞ പോലെ ഒക്കെ കഴിക്കാനൊക്കെ ഇത്തിരി ബാക്കാണ്. ആൾ ബോക്സിങ്ങിനൊക്കെ പോണ ആളാണ്. എന്നാലും കൂടി ഫുഡ് കഴിക്കാനൊക്കെ ഭയങ്കര ബാക്കിലേക്കാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് ചീത്ത പറയാറുണ്ട്. ഇപ്പം ഞങ്ങൾ കണ്ട ഈ ചട്ടി ഞങ്ങൾ രണ്ടാളും കൂടി കാലിയാക്കി. അത്രയും ടേസ്റ്റാണ്. പക്ഷേ ഈ എല്ലാ കറികളും കൂട്ടി ഇളക്കിയിട്ടുള്ള ഒരു ടേസ്റ്റ് ഇല്ല, എൻ്റെ അമ്മോ പറയാൻ വയ്യ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അത് മാത്രമല്ല ഞങ്ങൾ ലൈം അടിച്ച് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് അത് കുടിച്ചപ്പോൾ സ്വർഗം എന്ന് പറഞ്ഞാൽ പോരാ. അത്രയും എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് നമ്മളൊരു ആഹാരം കഴിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവുകയെന്ന് പറയില്ലേ. മോനായാലും അതെ അടിപൊളിയായിട്ട് അവനത് സന്തോഷമായി എന്ന് പറയാം. അത്ര തന്നെ. എന്നാലും അടിപൊളി.